ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സിനർജിക് ഇഫക്റ്റ് അല്ലെങ്കിൽ പൈ ബോണ്ടിങ് കാണിക്കുന്ന കോമ്പൗണ്ടുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ അതെന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് പൈ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, അതായത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ കോമ്പൗണ്ടുകളിലാണ് പൈ ബോണ്ടിങ് സാധാരണ കാണുന്നത്? ഞാൻ പറഞ്ഞു ലിഗാൻഡുകളായിട്ട് കാർബണൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒലിഫീൻസോ ഡബിൾ ബോണ്ടിങ് ഉള്ള ലിഗാൻഡുകളാണ് പൈ ബോണ്ടിങ് തരുന്നതെന്ന്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുകളിൽ പൈ ബോണ്ടിങ് കാണിക്കുന്ന കോമ്പൗണ്ടുകളെ എത്ര തരത്തിൽ പറയാം. ഒന്നാമത്തേത് സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ്. സാൻഡ്വിച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ബണ്ണിനിടയ്ക്ക് നമ്മൾ കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം കഴിച്ചവർക്കറിയാം സാൻഡ്വിച്ച് എന്താണ്. അതേപോലെ കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നൊരു കോമ്പൗണ്ടാണ് ഫെറസീൻ. ഫെറസീൻ എന്ന് പറയുമ്പോൾ അയൺ ആറ്റം ഇസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 സൈക്ലോപെൻറ്റാഡൈനൈൽ റിങ്സ്. 5 വശങ്ങളുള്ള സൈക്ലോപെൻറ്റാഡൈനൈൽ റിങ് 2 എണ്ണം ഉണ്ടത്. അതിൻ്റെ ഇടയിലേക്ക് ഒരു അയൺ ആറ്റത്തിനെ കയറ്റി വെച്ചാൽ ഈ ഒരു ഫുൾ സ്ട്രക്ചറിനെ നമ്മൾ ഫെറസീൻ എന്ന് വിളിക്കും. ഈ ഫെറസീൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കോമ്പൗണ്ടാണ്. ഇറ്റ് ക്യാൻ ഷോ പൈ ബോണ്ടിങ്. മനസ്സിലായോ? അയണും ഇത് ഡബിൾ ബോണ്ടിങ് ഉണ്ട്. ഈ ഒരു വട്ടം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബെൻസീൻ ഇങ്ങനെ ഇടയ്ക്ക് വട്ടം വരച്ചാലും അതിനകത്ത് 3 ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഇതിനകത്ത് 2 ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടും അയണുമായിട്ടുള്ള ബോണ്ടിങ്ങിനിടയ്ക്ക് പൈ ബോണ്ടിങ് കാണിക്കാം. ഇവിടെയും പൈ ബോണ്ടിങ് ഉണ്ട്. അപ്പം ഫെറസീൻ ഇസ് എ സാൻഡ്വിച്ച് കോമ്പൗണ്ട് ദാറ്റ് ഇസ് ഏബിൾ ടു ഷോ പൈ ബോണ്ടിങ്. ഇനി രണ്ടാമത്തെ സാൻഡ്വിച്ച് കോമ്പൗണ്ടാണ് ഡൈബെൻസീൻ ക്രോമിയം. ക്രോമിയം ആറ്റം ഇസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 ബെൻസീൻ റിങ്സ്. കണ്ടോ? ക്രോമിയം η6C6H6 ട്വൈസ്. ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. η6 എന്ന് പറയുമ്പോൾ ഹാപ്റ്റിസിറ്റിയാണ് 6. ഹാപ്റ്റിസിറ്റി എന്താണെന്ന് അറിയാമല്ലോ. ലിഗാൻഡിലെ എത്ര കാർബൺ ആറ്റമാണ് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഹാപ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ η6 ആണ് ഹാപ്റ്റിസിറ്റി. അതായത് ഈ ഒരു ബെൻസീൻ റിങ്ങിലെ 6 കാർബൺ ആറ്റവും ക്രോമിയമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബെൻസീനിലെ. അപ്പം ബെൻസീനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അതും ക്രോമിയവുമായിട്ട് സിഗ്മ ബോണ്ടും ഫോം ചെയ്യും. അതോടൊപ്പം പൈ ബോണ്ടും ഉണ്ട്. ഡൈബെൻസീൻ ക്രോമിയവും ഒരു സാൻഡ്വിച്ച് കോമ്പൗണ്ടാണ്, വേർ ക്രോമിയം ആറ്റം ഇസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 ബെൻസീൻ റിങ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. പൈ ബോണ്ടിങ് കാണിക്കുന്ന കോമ്പൗണ്ടുകളിലെ ഒന്നാമത്തേത് സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ്. രണ്ടാമത്തേത് ഒലിഫീൻ കോമ്പൗണ്ട്സ്. ഡബിൾ ബോണ്ട് ഉള്ള ലിഗാൻഡുകൾ ഡയറക്റ്റ് ആയിട്ട് മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന തരം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് സീസേസ് സോൾട്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സീസേസ് സോൾട്ട്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: പ്ലാറ്റിനം Cl3 η2C2H4. ഓർക്കുക, പ്ലാറ്റിനമാണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ. അതിനകത്തേക്ക് പ്ലാറ്റിനത്തിന് സാധാരണ 4 കോർഡിനേഷൻ നമ്പർ. അതിന് ചുറ്റും 4 ലിഗാൻഡുകളാണ് വരുന്നത്. അതിൽ 3 ലിഗാൻഡ് ക്ലോറിനും 1 ലിഗാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എത്തീൻ, ആൽക്കീൻ. കണ്ടോ? എത്തീൻ. അതിൽ η2 എന്ന് പറയുമ്പോൾ ഈ 2 കാർബൺ ആറ്റവും നമ്മുടെ പ്ലാറ്റിനവുമായിട്ട് ബോണ്ടിങ്ങിലാണ്. പ്ലാറ്റിനം Cl3 C2H4. ഇനി ഇതിനകത്തൊരു പ്ലസ് ചാർജ് വരും. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഇപ്പുറത്തൊരു പ്ലസ് ചാർജ് അല്ല മൈനസ് ചാർജ് വരും. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ K+ എന്നൊരു കാറ്റയോണിനെ കൊടുക്കും. കണ്ടോ? ഇതാണ് സീസേസ് സോൾട്ടിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു ലിഗാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലാറ്റിനം ലിഗാൻഡ് ബോണ്ടിനിടയ്ക്ക് പൈ ബോണ്ടിങ്ങും സിഗ്മ ബോണ്ടിങ്ങും വരാം. സീസേസ് സോൾട്ട് ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ എ കോമ്പൗണ്ട് ഷോയിങ് പൈ ബോണ്ടിങ്. ഇനി മൂന്നാമത്തെ ഞാൻ എഴുതിയിട്ടില്ല. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മെറ്റൽ കാർബണൈൽസ്. ശ്രദ്ധിച്ച്, കാർബണൈൽ എന്ന് പറയുമ്പം കാർബൺ മോണോക്സൈഡ് CO ഗ്രൂപ്പ് ലിഗാൻഡായിട്ട് വരുന്ന കേസിൽ അതിനെ നമ്മൾ മെറ്റൽ കാർബണൈൽസ് എന്ന് വിളിക്കും. മെറ്റൽ കാർബണൈൽസും പ്രത്യേകത മെറ്റലിൻ്റെയും കാർബണൈൽ ഗ്രൂപ്പിൻ്റെയും ഇടയ്ക്ക് സിഗ്മ ബോണ്ടും അതിനൊപ്പം പൈ ബോണ്ടും കാണിക്കും. മെറ്റൽ കാർബണൈൽ ബോണ്ട് പൊസസ് ബോത്ത് സിഗ്മ ആൻഡ് പൈ ക്യാരക്ടർ. അപ്പോൾ ഇതും ഒരു പൈ ബോണ്ടിങ് ഉള്ള കോമ്പൗണ്ടുകളാണ്. എക്സാമ്പിൾ
നിക്കൽ ടെട്രാകാർബണൈൽ FeCO5 ടൈംസ് CrCO 6 ടൈംസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് പൈ ബോണ്ടിങ് കാണിക്കുന്ന കോമ്പൗണ്ടുകളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന്, സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ്. ഹിയർ metal atom is sandwiched between two rings. The most famous example is ferrocene. Here an iron atom is sandwiched between two cyclopentadienyl rings. Then second one, dibenzene chromium, where a chromium atom is sandwiched between two benzene rings. Then the second type of classification is olefin compounds. Important example is Cesium salt, platinum Cl3, eta2 C2 H4. അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ഓർക്കണം. Then third classification is metal carbonyls. Carbonyl group is the ligand. Metal carbonyl bond consisting of both the sigma and pi character. അതെല്ലാം പറഞ്ഞു. നോക്കിക്കേ, ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ സീസൈ സോൾട്ട് ആണ്. പ്ലാറ്റിനം 3 ക്ലോറിന്, ഇത് ആൽക്കീൻ, ഇതിൻ്റെ പുറത്ത് K+ എന്നുള്ളൊരു അയോൺ. ദിസ് ഇസ് സീസൈ സോൾട്ട്. ദിസ് ഇസ് എ പൈ ബോണ്ടഡ് കോമ്പൗണ്ട്. ഇതെന്താണ്? ഇത് ഫെറസീൻ. ദിസ് ഇസ് ഡൈബെൻസീൻ ക്രോമിയം. ഓക്കെ.